നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മണ്ഡലത്തിൽ നിന്ന് ലഭ്യമാവുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ശശി തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ വോട്ടാണ് തിരുവനന്തപുരത്ത് വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹാർഡ് കോറായിട്ടുള്ള LDF പ്രവർത്തകർ, ഹാർഡ് കോറായിട്ടുള്ള UDF പ്രവർത്തകർ, അല്ലെങ്കിൽ ഹാർഡ് കോറായിട്ടുള്ള BJP പ്രവർത്തകർ എല്ലാം ഉള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. പക്ഷേ അവിടെ എപ്പോഴും തന്നെ തീരുമാനം എടുക്കുന്നത്, ആരാണ് ജയിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് എപ്പോഴും നിഷ്പക്ഷ വോട്ടുകളാണ്. ഈ നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് യുവാക്കളും ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുമാണ്. ഈ യുവാക്കളും സർക്കാർ ജീവനക്കാരും ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ചിന്തിക്കുന്നത് നല്ല പ്രൊഫൈലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. തങ്ങൾ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ ലോക്സഭയിൽ പോയി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി കൃത്യമായി ശബ്ദിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും തിരുവനന്തപുരത്തിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനും പറ്റുന്ന നല്ല ഒരു ബയോഡേറ്റയുള്ള വ്യക്തിയാണോ ആ വ്യക്തി എന്നുള്ളതും, ഒപ്പം തന്നെ ആ വ്യക്തിക്ക് എത്രമാത്രം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിലവാരമുണ്ട്, അദ്ദേഹത്തിന് എത്രമാത്രം അക്കാദമിക് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ തിരുവനന്തപുരത്തെ വോട്ടർമാർ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങളിലാണ്, നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിറ്റിസിസ് എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങൾ എല്ലാ കാലത്തും BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർ ഈ മണ്ഡലത്തിൽ കുറവല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായി വിശ്വപൗരൻ എന്ന ഖ്യാതി ഉണ്ടായിരുന്ന ശശി തരൂരിന് അനുകൂലമായി ചിന്തിക്കാൻ വേണ്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളും പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശശി തരൂരിനേക്കാളും എന്തുകൊണ്ടും ബയോഡേറ്റയിൽ വളരെയധികം മുന്നിട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് തിരുവനന്തപുരത്തുകാർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, NDA സർക്കാരാണ് വീണ്ടും വരാൻ പോകുന്നതെന്നും, മോദി സർക്കാർ വരുന്ന ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് ജയിച്ചു പോവുകയാണെങ്കിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി എന്നതിൽ കുറവായി ഒന്നും അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ നിഷ്പക്ഷ വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ കാലത്തും NDA സ്ഥാനാർത്ഥികൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ് ഈ നെയ്യാറ്റിൻകര, അതോടൊപ്പം തന്നെ ഈ തീരദേശ മണ്ഡലങ്ങൾ, കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങൾ. പക്ഷേ ഈ തീരദേശ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഈ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ളവ തടയുന്നതിന് ആവശ്യമായ നിർണായകമായ ഇടപെടലാണ്. അത്തരം ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ഈ 15 വർഷക്കാലത്തോളം തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ ശശി തരൂർ ഈ ഭാഗങ്ങളിൽ എത്തിയത് എപ്പോഴൊക്കെയാണ് എന്ന് നമ്മൾ നേരിട്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ പോയി സംസാരിച്ച ഘട്ടത്തിൽ അവിടുത്തെ മുഖവരായിട്ടുള്ളവരും ധീവര സമുദായക്കാരും ഒക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വല്ലപ്പോഴും ക്രിസ്മസിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഒക്കെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ പോലും വരാൻ വേണ്ടി വിമുഖത കാട്ടുന്ന ഒരു MP ആണ്. അങ്ങനെ വന്നാൽ തന്നെ അവിടെയുള്ളവരുടെ സാധാരണ പ്രശ്നങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള സമയം പോലും കാണിക്കാത്ത വ്യക്തിയാണ് നിലവിലെ MP. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരായി ചിന്തിക്കുക അല്ലെങ്കിൽ മാറി ചിന്തിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് തങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കൃത്യമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പൂന്തുറ പോലെയുള്ള പ്രദേശത്ത്, പുഴിയൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കടലാക്രമണം ശക്തമായി നേരിടുന്ന പ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ MP അവിടെ എത്തുകയും അവിടെ നിന്ന് കൃത്യമായ ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കുകയും അവിടെ ടെട്രാപോഡ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ കടൽക്ഷോഭങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കടൽ ഭിത്തി ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകൾ കൊടുക്കുകയും ചെയ്തു. ഈ ഉറപ്പുകൾ കൊടുത്തത് മാത്രമല്ല, ഈ ഉറപ്പുകൾ കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര സംഘം അവിടെ എത്തുകയും കൃത്യമായി പരിശോധന നടത്തുകയും ഇത് നടപ്പിലാക്കാൻ വേണ്ടി എത്ര തുക വേണ്ടിവരും എന്നതിന് അനുസൃതമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്തതോടുകൂടി ഈ പൊഴിയൂരും പൂന്തുറയും അടക്കമുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല, ഈ കടലോര മേഖല, ഈ കടൽക്ഷോഭ പ്രശ്നങ്ങൾ നേരിടുന്ന
മേഖലയിൽ എല്ലാം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി ചിന്തിക്കുക എന്ന തരത്തിലേക്ക് അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ലത്തീൻ സമുദായം വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ്. ലത്തീൻ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള പുരോഹിതന്മാരുമായിട്ടും രാജീവ് ചന്ദ്രശേഖർ നല്ല ബന്ധമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വ്യാപകമായി കോൺഗ്രസ് വിട്ട നേതാക്കൾ BJPയിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പത്മിനി തോമസ് അടക്കമുള്ളവർ, അവിടുത്തെ തമ്പാനൂർ സതീഷ് അടക്കമുള്ളവർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവിടെ കോൺഗ്രസിൻ്റെ മുഖമായി അറിയപ്പെടുന്ന നേതാക്കൾ, ഇവരെല്ലാം തന്നെ BJPയിലേക്ക് വരുന്നു. മാത്രമല്ല, ഈ ശശി തരൂരിന് എതിരായിട്ടുള്ള ഒരു വികാരം കോൺഗ്രസ് പ്രവർത്തകരിൽ തന്നെ അവിടെ ശക്തമായിട്ടുണ്ട് എന്ന വിവരവും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കണക്കിലെടുക്കുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ നിലപാടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് അവിടെ മികച്ച വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയും അതിവിദൂരമല്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.